മാഡം. ഹലോ രാജു. എന്താ മാഡം? ഒന്നുമില്ല രാജു. രാജു ഉറങ്ങുമായിരുന്നോ? ഇല്ല മാഡം, ഞാൻ ഉറങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? എന്താ മാഡം? ഞാൻ ആ വീട്ടിലില്ലാത്തത് ആ വീട്ടിലുള്ളവർക്ക് ഫീല് ചെയ്യുന്നുണ്ടായിരിക്കും എനിക്കറിയാം. പക്ഷെ അത് രാജുന് ഫീൽ ചെയ്യുന്നുണ്ടോ? അതെന്താ മാഡം അങ്ങനെ ചോദിച്ചാ? അപ്പോ രാജുന് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? രാജുന് എന്നെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? എനിക്കങ്ങനെയൊന്നുമില്ല. വർമ്മ സാറിന്റെ ഇഷ്ടത്തിന് മാഡം അവിടെ ഉണ്ടാവുന്നതാ എനിക്കിഷ്ടം. അങ്ങനെയാണോ? എങ്കിൽ ശരി, ഞാൻ വെറുതെ വിളിച്ചെന്നേ ഉള്ളൂ. അപ്പോ ഗുഡ് നൈറ്റ് രാജു. ഗുഡ് നൈറ്റ് മാഡം. രാജു എന്നെ ശരിക്കും മിസ് ചെയ്യുന്നില്ലേ? എനിക്ക് അറിയില്ല മാഡം. അതെന്താ അറിയാത്തത്? അതെന്താ ഡിലീറ്റ് ആക്കിയത്? അത് കൈതട്ടി അറിയാതെ വന്നതാണ് മാഡം. ശരി, ആയിക്കോട്ടെ. ഗുഡ് നൈറ്റ് മാഡം. പാവം, നല്ല മയക്കത്തിലാണല്ലോ. ഇങ്ങനെ മയങ്ങിയ എങ്ങനെയാ പത്മാവതി? നിനക്ക് ഉണരണ്ടേ? ഡോ അതടുത്തെ. ഹലോ, ഗുഡ് മോർണിംഗ്. നിനക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഭർത്താവിനെയും മകളെയൊക്കെ ഓർത്ത് ഒരുപാട് തല പോച്ചതല്ലേ? ഇനി കുറച്ചു കാലം സമാധാനമായിട്ട് റെസ്റ്റ് എടുക്ക. നിനക്കേ ഞാനേ റിട്ടയർമെന്റ് ലൈഫ് കുറച്ച് നേരത്തെ തന്നിരിക്ക. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ചെറിയൊരു ഉപകാരം. എന്റെ ജീവിതം വെച്ച് കളിച്ച് നിങ്ങക്ക് മതിയായില്ലേ? എല്ലാം മതിയാക്കി നിന്നെ ഞാൻ പറഞ്ഞയച്ചതല്ലേ. ഇങ്ങനൊരു മുറി എന്റെ കൈക്കുള്ളിൽ വന്ന് കയറിയത് നീയല്ലേടി? അവിടെ തിരിച്ചു വന്നിരിക്കുന്നു. എടി, മകൾക്ക് വിവാഹപ്രായമായപ്പോ മകളെ നന്നാക്കാനും മകളുടെ ക്ഷേമത്തിന് വേണ്ടി തിരിച്ചു വരാനുള്ള ധൈര്യം കാണിച്ച നിന്റെ ജീവിതം കൊണ്ടല്ല, നിന്റെ ജീവൻ കയ്യിലെടുത്ത് കളിക്കൂ ഈ അംബിക. ഇത്രയും ക്രൂരയാവാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? നിങ്ങളൊരു മനുഷ്യ സ്ത്രീയാണോ? അല്ലടി, അത് നിനക്കറിയില്ലായിരുന്നോ? അംബിക ദേവഗണവും മനുഷ്യഗണവും അല്ല, അസുരഗണമാണ്. അസുരഗണം. ലങ്കാരാജ്യത്തിന്റെ അധിപനായിരുന്ന 10 തലയുള്ള രാവണന്റെ സഹോദരി ശൂർപ്പണഖയ്ക്ക്
സ്വന്തം രാജ്യത്തോടും രാജ്യത്തിന്റെ ഭരണത്തോടും കുറച്ചു പോലും താല്പര്യമില്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ ശൂർപ്പണകയായിരുന്നു ആ രാജ്യത്തിന്റെ മേലധികാരിയെങ്കിൽ ഒരു ശ്രീരാമനും കടല് കടന്ന് ലങ്കയിലേക്ക് വരില്ലായിരുന്നു. അധികാരമോഹം അത് തോന്നേണ്ടവർക്ക് തോന്നിയാ പിന്നെ നടക്കുന്നത് ചരിത്രമായിരിക്കും. പത്മാവതി 80,000 മുകളിലുണ്ട് സാർ. ആ യാമിനി, പ്രതാപന് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ശരി ചേച്ചി. വേണ്ട അമ്മനി. ശേഖരം വിളിച്ചിരുന്നോ? ആ രാവിലെ തന്നെ വിളിച്ചിരുന്നു ചേട്ടാ. വർമ്മ സാറേ, പിന്നെ ആ ആദ്യം റിസൾട്ട് ഒന്ന് വരട്ടേടോ. നിങ്ങൾ ഇങ്ങനെ ആവശ്യം കൊണ്ട് എങ്ങനെയാ? സാറേ, പുറത്ത് സാറിനെ കാണാൻ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. സാറ് പുറത്ത് വന്ന് അവരെ ഒന്ന് കണ്ടാല്. മീഡിയ എത്തിയിട്ടുണ്ടോ? മീഡിയക്കാര് രാവിലെ തൊട്ട് ഗേറ്റിന് പുറത്ത് കാത്തു നിൽക്കുകയാണ് സാർ.